പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം 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 ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. സ്വർഗീയ പിതാവാം ദൈവമേ, നസ്രായനായ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനമെന്ന ഏകീഭാവം നല്ല മനസ്സാക്ഷിയാണ് സ്നാനമെന്ന് പറയുന്നു. കർത്താവെ, പുതിയ നിയമസഭയിലെ സ്നാനം പാപങ്ങളുടെ മോചനത്തിനാകയാൽ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന് വചനം പറയുന്ന പ്രകാരം കർത്താവായ യേശുവേ, ഈ ബ്രദറിനെ അങ്ങ് ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ മുൻ കണ്ടുവരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞാൻ ശുശ്രൂഷ നടക്കുമ്പോൾ മാനുഷികമായി ഞങ്ങളുടെ കരമല്ല, ഒരു അദൃശ്യകരം ഞങ്ങളുടെ വിശ്വസിക്കുന്ന കർത്താവെ. ആ കരത്താൽ തന്നെ ആ ബ്രദറിനെ അവിടുന്ന് സ്നാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ വരവിന് ആസന്നമായിരിക്കുന്നു. ഇനിയും മണവാട്ടിയുടെ സംഖ്യ വന്നു ചേരേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുവേ, ഇന്ന് സ്നാനം നടക്കുന്നത് കർത്താവിൻ്റെ ദൈവഹിതപ്രകാരം സ്വർഗത്തിൻ്റെ ഇഷ്ടപ്രകാരമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കൊടുക്കുന്നു. സകലതും അങ്ങയുടെ നാമത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പറയാം, അതിന് പ്രാർത്ഥിച്ചിട്ട് പോകണം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ സ്തോത്രം. സ്വർഗീയ പിതാവാൻ ദൈവമേ, സ്വർഗം തീരുമാനിക്കുന്നു, ഭൂമിയിൽ നടത്തപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ അടക്കം പുനരുദ്ധാനം എന്ന ഏകീഭാവം നല്ല മനസ്സാക്ഷിക്കായി കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ യേശുക്രിസ്തുവിന് ചേരുവാൻ സ്നാനമേൽക്കുവാൻ വന്നിരിക്കുന്ന ബ്രദറിനെ സ്വർഗം കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. പിതാവ് നൽകിയ നാമമാകുന്നു കർത്താവായ യേശുക്രിസ്തു. വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനും. ആ ശരിയായ വാതിലൂടെ കടന്ന് യേശുക്രിസ്തുവുമായി ബന്ധം ചെയ്ത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. കർത്താവായ യേശുവേ, ഈ ഓമർക്കെഴുതിയ 6-ാമത്തെ അധ്യായം 2 മുതൽ 11 വരെ. ഓമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, ക്രിസ്തയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ആമേൻ ആമേൻ ആമേൻ. സഹോദര, കർത്താവായ യേശുക്രിസ്തു പെന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഈ യേശുവിനെ നിങ്ങൾ കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിച്ചുവോ? സ്വീകരിച്ചു. ഈ യേശു ക്രിസ്തു നമ്മെ മണവാട്ടിയായി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. സഹോദരൻ്റെ വായ്മൊഴിയാൽ ഞാൻ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. കർത്താവെ സ്വർഗം തീരുമാനിച്ചിരിക്കുന്നത് തങ്ങളുടെ കർത്താവ് കർത്താവ് ജീവന്റെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. ഇതാ അത് പുതിയതായിട്ട് എഴുതിയിരിക്കുന്നു. കർത്താവ് യേശുവെ, ഇതുപോലെ ജീവന്റെ പുതുക്കത്തിനായി നടക്കുവാൻ അവിടെ നിന്ന് വേർതിരിച്ചതിനായി നമ്മൾ ചിന്തിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. യേശു ക്രിസ്തു നാമത്തിൽ. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവ്. വെള്ളം ഇവിടെ അവശേഷിച്ചിരിക്കുന്നു. ഇനി ആരൊക്കെ സ്നാനപ്പെടേണ്ടതുണ്ട് എന്ന് കാണിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചിരിക്കുന്നു. ജാതികളുടെ സംഖ്യ തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുമെന്ന് ഇനിയും ആ സംഖ്യ തികഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണമുള്ള കർത്താവ്, അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗമായുള്ളവർ എത്രയും പെട്ടെന്ന് കടന്നു വരാൻ പറ്റണം. ബസ്സിൽ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.